വെൽക്കം ബാക്ക് ടു ലീവ് ബൈ IAS ഫാക്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. With reference to Eichhornia crassipes in the context of India, consider the following statements. So, ഒരു ടെക്നിക്കൽ ടേം വെച്ചിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ടേം വെച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. പിന്നെ എന്തിനു വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ സിസ്റ്റവുമായിട്ട് ഫെമിലിയർ ആവണം, നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആവണം. എന്നാൽ മാത്രമേ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പത്രങ്ങളിൽ ഈ ടൈപ്പ് ഒരു സ്പീഷീസിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ, അത് പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, റെപ്റ്റൈൽ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതിന് നിങ്ങളെ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ ടൈപ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആൻഡ് ഓർത്തു വെക്കുക, UPSCയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഐക്കോർണിയ ക്രാസിപ്പസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഇന്ത്യ ഇൻ ദി early 20th century as an ornamental plant from South America. സൗത്ത് അമേരിക്കയിൽ നിന്നും ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നു. എനിക്കറിയത്തില്ല, അവിടെ ഇരിക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് 2. Its spread can indirectly affect estuarine and nearshore marine ecosystems by altering nutrient flow from rivers. അതായത് ഇതിന്റെ സ്പ്രെഡ് മറൈൻ ഇക്കോസിസ്റ്റത്തെ ദോഷമായിട്ട് ബാധിക്കും എന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതൊരു നെഗറ്റീവ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻവേസീവ് സ്പീഷീസ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഒരു നെഗറ്റീവ് കാര്യം പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, 3യിൽ നിന്നും 1ലേക്ക് ഇപ്പോൾ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? 3യിൽ നിന്നും 1ലേക്ക് ഒരു കണക്ഷൻ വന്നില്ലേ? കാരണം എന്തുകൊണ്ടാ? പൊതുവേ ഇൻവേസീവ് സ്പീഷീസ് എങ്ങനെയാ? മറ്റൊരിടത്ത് നിന്നും നമ്മളുടെ എക്കോസിസ്റ്റത്തിലേക്ക് വന്ന് ഇവിടെ കയറി പൂന്ത് വിളയാടുന്നവൻ, അങ്ങനെയല്ലേ നമ്മളൊരു ലോക്കൽ ലാംഗ്വേജ് പറയുക. ഇവിടെ കയറി അങ്ങ് അവന്റെ സാമ്രാജ്യം സൃഷ്ടിച്ചെടുക്കുന്നവനാണല്ലോ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 1ഉം 3യും ഇന്റർ കണക്റ്റഡ് ആണ്. നോക്കൂ, 3 ഒരു നെഗറ്റീവ് ടോണിലാണ് ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെയല്ലേ 2ഉം ഒരു നെഗറ്റീവ് ടോണിലല്ലേ ഇതും കിടക്കുന്നത്. സോ 1ഉം 3യും തമ്മിൽ കണക്ഷൻ ഉണ്ട്, 2ഉം 3യും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ ലാസ്റ്റ് ഒരെണ്ണം കൂടെ നോക്കിയാൽ മതി. ലാർജ് സ്കെയിൽ ഗ്രോത്ത് ആർ നോൺ ടു ഇംപ്രൂവ് ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ആൻഡ് ഫിഷ് ബ്രീഡിംഗ് ഇൻ വെറ്റ്ലാൻഡ്സ്. അതായത് വലിയ രീതിയിൽ ഈ സാധനം, ഈ സ്പീഷീസ് വളർന്നു കഴിഞ്ഞാൽ വെള്ളത്തിലെ ഓക്സിജൻ കണ്ടന്റ് കൂട്ടുമെന്നും ഫിഷസിന് വളരെ നല്ലതാണെന്നും പറയുന്നു. അതായത് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകൾ ഒരു നെഗറ്റീവ് ടോൺ പറയുമ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒരു പോസിറ്റീവ് ടോൺ ആണ് പറയുന്നത്. സോ 1, 2, 3 എന്ന ഓപ്ഷൻ ആവാം, അല്ലെങ്കിൽ 4 only എന്ന ഓപ്ഷൻ ആവാനാണ് ഇവിടെ ഗസ് അടിക്കുമ്പോൾ ചാൻസ് ഏറ്റവും കൂടുതൽ. 4 only എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും 1, 2, 3 അടിച്ചിരിക്കണം. കണ്ടോ, എനിക്ക് ആ പറഞ്ഞ പ്ലാന്റ് സ്പീഷീസ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ കൂടെയും ഞാൻ ലോജിക്കലി ക്രാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളും ചെയ്യുന്നത്. എക്സാം ഹോളിൽ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗട്ട്സ് കിട്ടും. ഇനി നമുക്കറിയണ്ടേ, വാട്ട് ഈസ് ദിസ് പ്ലാന്റ് സ്പീഷീസ്? നമ്മുടെ നാട്ടിലൊക്കെ കുളവാഴ എന്ന് പറയുന്ന വാട്ടർ ഹയസിന്ത് ആണ് സാധനം. നിങ്ങൾ കുട്ടനാട് ഏരിയയിലോട്ടൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബാക്ക് വാട്ടേഴ്സ് നിറയെ ഈ പോള അല്ലെങ്കിൽ കുളവാഴ എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിങ്ങനെ പൂത്തിട്ടൊരു വയലറ്റ് ഫ്ലവർ വരും, കാണാൻ മനോഹരമാണ്. ബട്ട് ഇറ്റ് അഫക്ട്സ് ദി അക്വാട്ടിക് ഇക്കോസിസ്റ്റം ഇൻ എ ഡെട്രിമെന്റൽ മാനർ. മനസ്സിലായോ? അത് മോശമായ രീതിയിലാണത് അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തെ അഫക്ട് ചെയ്യുക. വെള്ളത്തിന്റെ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തെ മുഴുവൻ താറുമാറാക്കും. കാരണം എന്താണ്? ഓക്സിജൻ കണ്ടന്റ് കുറയ്ക്കും, വെള്ളത്തിലേക്ക് സൺലൈറ്റ് പ്രോപ്പർലി ചെല്ലത്തില്ല. അത് കാരണം എന്ത് പറ്റും? താഴെയുള്ള ഫിഷസും ബാക്കി അക്വാട്ടിക് ഓർഗാനിസംസും ഒക്കെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ ഈ ഇൻവേസീവ് സ്പീഷീസ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ചേർന്നതല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, സ്മോൾ ഫിനാൻസ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് വൺ, സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാം, നിങ്ങളൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് പറയുകയാണെങ്കിൽ എളുപ്പം കേരളത്തിലെ പറയാൻ പറ്റുന്ന ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇസാഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരു സാധനം പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മളെ കൂടുതൽ അത് ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ എന്തായാലും ഇസാഫ് എന്ന് പറയുന്ന ബാങ്കിന്റെ ഒരു ബ്രാഞ്ചെങ്കിലും കണ്ടു കാണാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാം. ലൈക്ക് പേയ്മെന്റ് ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്സ് ഓർ പ്രൊവൈഡ് ലോൺസ്. അതായത് പേയ്മെന്റ് ബാങ്കുകളെ പോലൊക്കെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും എന്താണ്, ലോൺ കൊടുക്കാനോ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനോ പറ്റില്ല എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം എന്ത്? നമ്മുടെ മൊബൈലിനുള്ളിലുള്ള പേടിഎം പേയ്മെന്റ് ബാങ്ക്, എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്, ഇങ്ങനത്തെ ബാങ്കുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അല്ലേ?
അപ്പൊ നോക്കൂ, മൊബൈലിനുള്ളിൽ ഇരിക്കുന്ന ഒരു ബാങ്കും എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്കും രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് ഇമേജിൽ തന്നെ മനസ്സിൽ വരുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് നോക്കി കഴിയുമ്പോൾ എന്താണ്, ആളുകൾ സാധാരണ ബാങ്കിലേക്ക് പോകുന്ന പോലെയൊക്കെ പോകുന്നു, കാര്യങ്ങൾ നടത്തുന്നു, തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ്, അവിടെ എന്തൊക്കെ പറഞ്ഞാലും ലോൺ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ലോൺ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നു നോട്ട് പെർമിറ്റഡ് ടു ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്സ് ഓർ പ്രൊവൈഡ് ലോൺ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? തെറ്റാവണ്ടേ? സ്മോൾ ഫിനാൻസ് ബാങ്കിൽ എന്താവണം? നമ്മുടെ നാട്ടിലെ സാധാരണ ബാങ്ക് പോലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് അവിടെ ഇമ്പോർട്ടൻസ്? ഒബ്സർവേഷൻ. ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള അങ്ങനത്തെ ഒരു ബാങ്ക് കാണുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് പറ്റുന്നത്. നിങ്ങളും ഒബ്സർവ് ചെയ്യണം. അപ്പോൾ വൺ എലിമിനേറ്റ് ആയി. ഓക്കെ, വൺ എലിമിനേറ്റ് ആകുമ്പോൾ എന്താണ്? എയോ ബിയും എന്നല്ല, എയും ബിയും എലിമിനേറ്റ് ആവുന്നുണ്ട്. ഇനിയും 2 4ഉം 2 3 4ഉമേ ഉള്ളൂ. അതായത് 2 4ഉം റൈറ്റ് ആണ് എന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 3 മാത്രമേ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് ലോക്കൽ ഏരിയ ബാങ്ക്സ് ക്യാൻ അപ്ലൈ ടു ബി കൺവേർട്ടഡ് ഇൻ ടു സ്മോൾ ഫിനാൻസ് ബാങ്ക് സബ്ജക്ട് ടു എലിജിബിലിറ്റി കണ്ടീഷൻസ്. RRBകൾക്കും ലോക്കൽ ഏരിയ ബാങ്കുകൾക്കും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഇതെന്താണ്? ഇത് നമുക്ക് കണ്ടന്റ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ ഒക്കൂ. പക്ഷേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, 50-50യിലെത്തിക്കഴിഞ്ഞാൽ 50-50യിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചിരിക്കണം. അവിടെയാണ് നമ്മുടെ മിടുക്കുള്ളത്. സോ ധൈര്യമായിട്ട് ഒരെണ്ണം അടിക്കാം. തെറ്റാം ശരിയാവാം, പക്ഷെ അടിച്ചിരിക്കണം 50-50. ആൻഡ് ഇവിടുത്തെ ഞാൻ ആൻസർ പറയാമല്ലോ, 3 ഈസ് ഓൾസോ റൈറ്റ്. 2ഉം 3ഉം 4ഉം റൈറ്റ് ആണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, പേയ്മെന്റ് ബാങ്കുകളെക്കാട്ടിലും പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ മൂലധനം സ്മോൾ ഫിനാൻസ് ബാങ്കിന് കൂടുതലായിരിക്കണം. സ്വാഭാവികം, കാരണം പേയ്മെന്റ്സ് ബാങ്ക് മൊബൈലിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ മറ്റേത് അങ്ങനെയല്ല. ഓക്കെ, ആൻഡ് ഫോർത്ത് കൊണ്ട് നോക്കൂ, അതായത് അവരുടെ 50% ഓഫ് ദി ലോൺ പോർട്ട്ഫോളിയോ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ത് കൊടുക്കണം? അഡ്വാൻസസ് അപ് ടു 25 ലാക്ക്, 25 ലക്ഷം വരെയുള്ള ലോണുകളായിട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകളും പേയ്മെന്റ്സ് ബാങ്കുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പേയ്മെന്റ്സ് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനോ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനോ പറ്റില്ല. പേയ്മെന്റ് ബാങ്കുകൾക്ക്, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് എല്ലാം പറ്റും. നോക്കൂ, വിച്ച് ഓഫ് ദീസ് ചൈനീസ് ട്രാവലേഴ്സ് വിസിറ്റഡ് ഇന്ത്യ ഇൻ ദി 7th സെഞ്ചുറി? 7ാം നൂറ്റാണ്ടിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഇവരിൽ ആരൊക്കെ എന്നാണ് ചോദ്യം. 7ാം നൂറ്റാണ്ട് ഒരു വിഷയം തന്നെയാണല്ലേ. ഇത് ഹിന്ദുവിലെ ഈ ന്യൂസ് പേപ്പർ ആർട്ടിക്കിള് നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനത്തെ പേരിൽ, ചൈനീസ് ട്രാവലേഴ്സ് എന്നുള്ള പേരിലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. മറ്റൊരു പേരിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്ന വഴിക്ക് അതിൻ്റെ ഉള്ളിലാണ് എന്ത്, ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂസിനുള്ളിലേക്ക് വായിക്കണം എന്നതാണ് അവിടെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന 7th സെഞ്ചുറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം ആരെ? ഹർഷവർദ്ധന എന്നുള്ള പേര് ഓടിയെത്തണം, വേണ്ടേ? കാരണം ഏൻഷ്യന്റ് ഇന്ത്യയുടെ ഒടുക്കം അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യയുടെ തുടക്കം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പീരീഡാണ് ഹർഷയുടെ പീരീഡ്. അപ്പോൾ ഹർഷ വന്നു കഴിഞ്ഞാൽ ആരെ നമുക്ക്? ഹർഷയുടെ എച്ച് ഉള്ളത് കൊണ്ട് ഹുയങ് സാങ്ങിനും എന്തുണ്ട്? എച്ച് ഉണ്ട്. ഹർഷയുടെ കാലത്ത് വന്ന ആളാണല്ലോ ഹുയങ് സാങ്. സോ ഹുയങ് സാങ് ഈസ് ട്രൂ എന്ന് നമുക്കറിയാം. പിന്നെ കുറച്ചെങ്കിലും ബേസിക് കണ്ടന്റ് വായിച്ചിട്ടുള്ള ഒരാൾക്കറിയാം, ഫാഹിയാൻ ബിലോങ്സ് ടു 5th സെഞ്ചുറി. ദാറ്റ് മീൻസ് 2 and 3 ആർ കറക്റ്റ്. 2ഉം 3ഉമാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഹുയാങ് സാങ് എന്ന ഈജിങ്ങും ഹുയാൻ സാങ്ങും എന്താണ് 7th സെഞ്ചുറിയിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഫാഹിയാൻ 4th to 5th സെഞ്ചുറിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഗുപ്ത പീരീഡിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. സോ ഗുപ്ത പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏൻഷ്യന്റ് ഇന്ത്യയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? സോ അങ്ങനെ ലോജിക്കലാണ് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനാവുക. ഫാഹിയാൻ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഗുപ്ത പീരീഡ്, ആ കണക്ഷൻ കിട്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേസിക് മെറ്റീരിയൽ വായിച്ചിട്ടുള്ളവർക്ക്, അങ്ങനെ വായിച്ചിട്ടുള്ളവർക്ക് ഫാഹിയാൻ എന്ന് കേൾക്കുമ്പോൾ ഗുപ്ത എന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്താൽ അന്നേരം തന്നെ ആയി. 7th സെഞ്ചുറിക്ക് മുന്നിലാണ് ആൾ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എന്താണ്, ഒരേ സമയം നമ്മുടെ കണ്ടന്റും ലോജിക്കും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. വീണ്ടും എൻവയൺമെന്റിൽ നിന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഇത്. പത്രത്തിൽ വന്നിരുന്നു, ഡൗൺ ടു എർത്തിൽ വന്നിരുന്നു. അങ്ങനെ നമ്മുടെ UPSCയുടെ പ്രധാന സോഴ്സുകളിലെല്ലാം ജെല്ലി ഫിഷിനെ കുറിച്ച് ഈയിടെ ന്യൂസ് ഉണ്ട്. സോ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യത്തെ നോക്കൂ, ജെല്ലി ഫിഷ് പ്ലേ എസെൻഷ്യൽ റോൾ ഇൻ മറൈൻ ഫുഡ് വെബ്സ് ബോത്ത് ആസ് പ്രിഡേറ്റർ ആൻഡ് പ്രേ. ഒരേ സമയം പ്രിഡേറ്റർ ആയിട്ടും പ്രേ ആയിട്ടും ജെല്ലി ഫിഷ് ആക്ട് ചെയ്യുന്നുണ്ട് ഫുഡ് വെബിൽ. സ്വാഭാവികമല്ലേ?
ഫുഡ് വെബിന്റെ എന്തായാലും താഴത്തെ തട്ടിലോ ഇടയ്ക്ക് എവിടെയെങ്കിലും പെടുന്ന ഒരാളായിരിക്കണം ജെല്ലി ഫിഷ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ജെല്ലി ഫിഷിന് എന്താണ് മറ്റെന്തെങ്കിലും ഒരു സാധനത്തിനെ, ഒരു മറൈൻ ഓർഗാനിസത്തിനെ കഴിച്ചുകൊണ്ടായിരിക്കുമല്ലോ ജെല്ലി ഫിഷ് കഴിയുന്നത്. അതേപോലെയൊക്കെ ജെല്ലി ഫിഷിനെ ആഹാരമാക്കുന്ന മറ്റ് മറൈൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ ബാക്കിയുള്ള മറൈൻ ഓർഗാനിസംസും ഉണ്ടാവണമല്ലോ. അത് ലോജിക്കല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാം. ഒരേ സമയം അത് പ്രഡേറ്ററും പ്രേയുമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. യൂട്രോഫിക്കേഷൻ ആൻഡ് ഓവർ ഫിഷിംഗ് ആർ സം ഓഫ് ദി മേജർ റീസൺസ് ഓഫ് ജെല്ലി ബ്ലൂംസ്. യൂട്രോഫിക്കേഷൻ എന്താണ്? ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ അല്ലേ. വാട്ടറിന്റെ ന്യൂട്രിയന്റ് കണ്ടന്റ് കൂടുന്നതിനെയാണ് യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രിഫിക്കേഷൻ കാരണം ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഗൽ ബ്ലൂംസ് മാത്രമല്ല ജെല്ലി ഫിഷ് ബ്ലൂംസും ഉണ്ടാവാറുണ്ട്. അതായത് ജെല്ലി ഫിഷ് തഴച്ചു വളരാറുണ്ട്. ഇനി ഓവർ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെങ്ങനെയാ ഓവർ ഫിഷിംഗ് ജെല്ലി ഫിഷിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്? ഓവർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷിനെ കൂടുതലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞു പ്രേയും കൂടാണെന്ന് പറഞ്ഞല്ലേ. ജെല്ലി ഫിഷിനെ പൊതുവെ കഴിക്കുന്നത് ആരാ? ഫിഷസ് ആണ്. അപ്പൊ ഫിഷസിനെ ഒരുപാട് എണ്ണത്തിനെ ഓവർ ഫിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ജെല്ലി ഫിഷിനെ തിന്നാൻ ആരുമില്ലാതെ വരും. അപ്പൊ ജെല്ലി ഫിഷ് ബ്ലൂം ഉണ്ടാവത്തില്ലേ? ഉണ്ടാകും. സോ 1 and 2 ആർ കറക്റ്റ്. തേർഡ് വൺ നോക്കൂ. ജെല്ലി ഫിഷ് ക്യാൻ കോസ് എക്കണോമിക് ഡാമേജ് ബൈ ഡിസ്ട്രപ്റ്റിംഗ് കോസ്റ്റൽ പവർ പ്ലാന്റ്സ്. കോസ്റ്റൽ പവർ പ്ലാന്റ്സിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ഒക്കും. എങ്ങനെ? നമുക്കറിയാമല്ലോ കോസ്റ്റൽ പവർ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കൂളന്റ് എന്ന് പറയുന്നത് എന്താ? സീ വാട്ടർ അല്ലേ. സീ വാട്ടർ ആണ് അതിന്റെ കൂളന്റ് എന്ന് പറയുന്നത്. അതായത് കടലിൽ നിന്നും നേരിട്ട് വെള്ളം എടുത്ത് കൂൾ ചെയ്യുകയാണ് ചെയ്യുക. ഇതിനകത്ത് ഇതിന്റെ ഈ അതിലേക്ക് പോകുന്ന പൈപ്പുകളിലൊക്കെ ജെല്ലി ഫിഷ് കയറിയിരുന്നത് എന്ത് പറ്റും? ഇത് ബ്ലോക്ക് ആവില്ലേ? അപ്പം കൂളന്റ് അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമോ? കൂളന്റ് അകത്തേക്ക് ചെല്ലത്തില്ല. കൂളന്റ് അകത്തേക്ക് ചെന്നില്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ ഒക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. തെർമൽ അല്ല, ഈ പറയുന്ന ന്യൂക്ലിയർ ആയാൽ കൂടെയും എന്തായാലും കൂളന്റ് ഉണ്ടായാൽ മാത്രമേ ഇതിനെ നമുക്ക് തണുപ്പിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ കോസ്റ്റലിലുള്ള പവർ പ്ലാന്റ്സിന് ജെല്ലി ഫിഷ് ബ്ലൂം വലിയൊരു തലവേദന സൃഷ്ടിക്കും. സോ ദാറ്റ് മീൻസ് 1, 2 and 3 ആർ റൈറ്റ് ആൻസേഴ്സ്. 1ഉം 2ഉം 3ഉം എന്താണ്? റൈറ്റ് ആൻസേഴ്സ് ആണ്. ദാ ഇവിടെ നോക്കൂ, ജെല്ലി ഫിഷ് ബ്ലൂം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സീ സർഫസ് ടെമ്പറേച്ചർ കൂടുക. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. യൂട്രോഫിക്കേഷൻ പറ്റും. ഹൈപ്പോക്സിയ, ഹൈപ്പോക്സിയ ടോളറേറ്റ് ചെയ്യാൻ നോക്കും. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ വാട്ടറിലെ ഡെഡ് സോൺ ആണ്. ആ ഡെഡ് സോണിൽ ഫിഷിനേക്കാളും മികച്ചതായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക എപ്പോഴും ജെല്ലി ഫിഷിന്. അതുകൊണ്ട് അത് അവിടെ തഴച്ചു വളരും. മനസ്സിലായില്ലേ? ഇനി അതുകൂടാതെ ആർട്ടിഫിഷ്യൽ സ്ട്രക്ചേഴ്സ് വെള്ളത്തിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ പോർട്ടിന്റെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ബോട്ട് ജെട്ടികളുടെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഈ കൺസ്ട്രക്ഷൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കൺസ്ട്രക്ഷനിലൊക്കെ എന്താകും? ജെല്ലി ഫിഷിന്റെ പോളിപ്സ് പോയിട്ട് സെറ്റിൽ ചെയ്യും, അവിടെ വെച്ച് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ കൺസ്ട്രക്ഷൻസ് കാരണവും എന്തുണ്ടാവും? ജെല്ലി ഫിഷ് ബ്ലൂംസ് ഉണ്ടാകും. സെക്കൻഡ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റാമ്പ് സ്കീമിനെ കുറിച്ചാ. MSMEs ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, MSMEs UPSC സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ന്യൂസിൽ വന്നാലും നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പൊ റാമ്പ് സ്കീം പേരറിയത്തില്ല, എക്സ്പാൻഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ചെയ്യാനൊക്കില്ല. ഞാൻ സ്ട്രൈറ്റ് അവേ ആൻസർ പറഞ്ഞേക്കാവല്ലോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് റാമ്പ് എന്ന് പറഞ്ഞാൽ റേസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് MSME പെർഫോമൻസ്. MSMEകളുടെ പെർഫോമൻസ് കൂട്ടാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം വിത്ത് ലോൺ ഫ്രം വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ ലോണിനോടുകൂടി, ലോൺ സഹായത്തോടു കൂടിയുള്ള ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ് എന്ത് പറയുന്നത്? റാമ്പ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് റാമ്പ് കൊണ്ടുവന്നിരിക്കുന്നു? MSMEസിന്റെ മാർക്കറ്റ് ആക്സസ് കൂട്ടുക, ഫിനാൻസ് ആക്സസ് കൂട്ടുക, ടെക്നോളജി അപ്ഗ്രഡേഷൻ സാധ്യമാക്കുക. അങ്ങനെ എല്ലാ രീതിയിലും എന്താണ് MSMEസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ് റാമ്പ്, റേസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് MSME പെർഫോമൻസ്. ക്ലിയർ ആയല്ലോ?